നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ കോസ്മിക് സയൻ. ദിസ് ഈസ് ശ്യാം സുന്ദർ വിത്ത് യു. നമ്മൾ 2026 പ്രഡിക്ഷൻസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അസ്ട്രോ ന്യൂമറോളജിയെ ബേസ് ചെയ്തുകൊണ്ട്. അതായത് ന്യൂമറോളജിയും അസ്ട്രോളജിയും കണക്ട് ചെയ്തുള്ള ഒരു സബ്ജക്റ്റാണ് അസ്ട്രോ ന്യൂമറോളജി. അതിൻ്റെ ബേസിലാണ് നമ്മൾ 2026 പ്രഡിക്ഷൻസ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാവുന്ന ആൾക്കാർക്ക് ഈ ഫലം തീർച്ചയായിട്ടും അവർക്ക് ഞാൻ എന്താണ് പറയുന്നത് അത് അങ്ങനെ തന്നെ ആയിത്തീരും. അതുപോലെ തന്നെ ആണെങ്കിൽ ജാതകത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്കും തീർച്ചയായിട്ടും ആ ഫലം അങ്ങനെ തന്നെ അനുഭവപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ നമ്പർ 1 ലക്കി നമ്പർ 1 1, 10, 19 തീയതികളിൽ ജനിച്ച ആൾക്കാരുടെയാണ് നമ്മൾ 2026 ഫലം പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ലക്കി നമ്പർ 2, 3 ഈ 2 നമ്പറുകാരുടെയാണ് പറയുന്നത്. അത് ലക്കി നമ്പർ 2 എന്ന് പറയുമ്പോൾ 2-ാം തീയതി, 11-ാം തീയതി, 20-ാം തീയതി, 29-ാം തീയതി ജനിച്ച ആൾക്കാർ ഇംഗ്ലീഷ് മാസത്തിൽ. അതുപോലെ ലക്കി നമ്പർ 3 എന്ന് പറയുമ്പോൾ 3-ാം തീയതി, 12-ാം തീയതി, 21-ാം തീയതി, 30-ാം തീയതി ഈ ഇംഗ്ലീഷ് മാസത്തെ തീയതികളിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് നമ്മൾ ഇപ്പോൾ പറയുവാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന വിഷയങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മൾ നോർമലി 2026 പ്രഡിക്ഷൻ പറയുന്നത് ഇംഗ്ലീഷ് മാസത്തിൽ നിങ്ങൾ ജനിച്ച ദിവസവും വർഷത്തിൻ്റെ ദിവസവും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്ത ഉള്ള ഒരു രീതിയിലാണ് പറയുന്നത്, ന്യൂമറോളജിക്കലി പറയുന്നത്. അതിനെ നമ്മൾ അസ്ട്രോളജിയുമായിട്ട് കണക്ട് ചെയ്താണ് നമ്മൾ അസ്ട്രോ ന്യൂമറോളജി എന്ന രീതിയിലേക്ക് നമ്മൾ ഫലപ്രവചനം പറയുന്നത്. അപ്പം നമ്മൾ ഇതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് എൻ്റെ ഒരു നിഗമനത്തിൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഒരു ഡേറ്റാസ് അനുസരിച്ച് ഫിലിം സ്റ്റാർ ദിലീപിൻ്റെ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 27-ാം തീയതിയാണ്. 27-ാം തീയതി എന്ന് പറയുമ്പോൾ 2 + 7 = 9. അതുപോലെ തന്നെ 2025 എന്ന് പറയുന്ന വർഷത്തിൻ്റെ നമ്പറുകളെ കൂടിയെടുക്കുമ്പോൾ 2025 225 = 9 എന്ന് വെച്ചാൽ കഴിഞ്ഞ 9 വർഷമായിട്ടുള്ള അദ്ദേഹം നേരിടുന്ന ആരോപണത്തിന് ഇന്നൊരു പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ്. അതായത് വർഷത്തിൻ്റെ നമ്പറും അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും തമ്മിൽ മാച്ചിങ് ആയി വന്നിരിക്കുന്നു 2025. അതുകൊണ്ട് കോസ്മിക്കിൽ നിന്നും ദൈവഭാഗത്തു നിന്നും അദ്ദേഹത്തിന് ഒരു ബ്ലെസ്സിങ്സ് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറ്റവിമുക്തനായിരിക്കുന്നു. ഇത് ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം എത്രത്തോളം കുറ്റവിമുക്തനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പോഴും പകുതിയിൽ കൂടുതൽ വരുന്ന സ്ത്രീകളും അതുപോലെ പകുതിയോളം വരുന്ന പുരുഷന്മാരും ഇപ്പോഴും അദ്ദേഹം കുറ്റം ചെയ്തിരുന്നു എന്നാണ് മനസ്സിൽ വിശ്വസിക്കുന്നത്. കോർട്ടിൻ്റെ വിധി വന്നിട്ട് പോലും ഭൂരിഭാഗം വരുന്ന ആൾക്കാരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എന്തു തന്നെ ആയാലും ശരി, അദ്ദേഹത്തിന് ഈ 2025 എന്നുള്ള വർഷം കടാക്ഷിച്ചിരിക്കുന്ന കാരണം അദ്ദേഹത്തിൻ്റെ ലക്കി നമ്പർ 9 വർഷത്തിൻ്റെ നമ്പർ 9 ആയതുകൊണ്ട് തീർച്ചയായിട്ടും കോസ്മിക്കിൽ നിന്നും ദൈവഭാഗത്തു നിന്നും അദ്ദേഹത്തിന് ഒരു ബ്ലെസ്സിങ്സ് കിട്ടിയിരിക്കുന്നു. അദ്ദേഹം കുറ്റമുക്തനായിരിക്കുന്നു. ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് ഉള്ള കാര്യങ്ങൾ പിന്നീട് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തും ഇയറും തമ്മിലുള്ള കണക്ഷൻസ് ബേസ് ചെയ്താണ് നമ്മൾ ഫലങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2-ാം നമ്പറുകാരെക്കുറിച്ച് പറയുമ്പോൾ 2-ാം തീയതി ജനിച്ച ഇംഗ്ലീഷ് മാസത്തിലെ 2-ാം തീയതി ജനിച്ച വ്യക്തികൾ, പിന്നെ അതുപോലെ തന്നെ 11-ാം തീയതി ജനിച്ച വ്യക്തികൾ, 20-ാം തീയതി ജനിച്ച വ്യക്തികൾ, 29-ാം തീയതി ജനിച്ച ആൾക്കാർ. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ലക്കി നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2-ാം തീയതി ജനിച്ച വ്യക്തികൾക്ക് ഈ വർഷത്തിൻ്റെ 2026 എന്ന വർഷത്തിൻ്റെ ആ നമ്പേഴ്സിൻ്റെ കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യ 1 ആണ്. അപ്പോൾ 1 എന്ന് പറയുന്ന സൂര്യൻ്റെ എനർജിയോട് 2 എന്ന് പറയുന്ന ചന്ദ്രൻ്റെ എനർജിക്ക് വളരെയേറെ സാമ്യതയും വളരെയേറെ പൊരുത്തവുമുണ്ട്. അതായത് സൂര്യനിൽ നിന്ന് വരുന്ന ആ ഒരു പ്രകാശം ചന്ദ്രോപരിതലത്തിൽ ചന്ദ്രൻ്റെ സർഫസിൽ പതിച്ച ശേഷം അത് റിഫ്ലക്റ്റ് ചെയ്ത് ഭൂമിയിലേക്ക് വരുന്ന ആ ഒരു ഇതാണ് നമ്മൾ ചന്ദ്രൻ്റെ ഒരു ചെറിയ പ്രകാശമായിട്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സൂര്യൻ ശക്തി പ്രാപിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് ചന്ദ്രനും ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും 2-ാം നമ്പറിൽ ജനിച്ച വ്യക്തികൾക്ക് ഞാൻ ഈ പറഞ്ഞ തീയതികൾ 2, 11, 20, 29 ഇംഗ്ലീഷ് മാസത്തിൽ ജനിച്ച വ്യക്തികൾക്ക് തീർച്ചയായിട്ടും 2-ാം നമ്പറിൽ ജനിച്ച 2-ാം നമ്പറായിട്ട് വരുന്ന വ്യക്തികൾക്ക് അവർക്ക് ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും. അച്ചട്ടുമായിട്ടുള്ള കാര്യമാണ് ധനപരമായിട്ടുള്ള ഉയർച്ച. അതുപോലെ തന്നെ വിവാഹം നടക്കാത്ത വ്യക്തികൾക്ക് വിവാഹം നടക്കുക. അതുപോലെ ജോലി കിട്ടാത്ത വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടുക. ആ ജോലിയിലൂടെ നല്ലൊരു വരുമാനം വന്നു ചേരുക.
അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെ സ്ത്രീകൾക്ക് പിന്നെ എന്താ പറയുക, സ്ത്രീകൾക്ക് ബഹുമാനം ലഭിക്കുക. അതായത് വീട്ടിലെ അമ്മ, അതല്ലെങ്കിൽ പിന്നെ മറ്റുള്ള സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്ന സ്ത്രീകൾ, ഒരു അധികാരത്തിലിരിക്കുന്ന സ്ത്രീകൾ, ഇവർക്കൊക്കെ ബഹുമാനം ലഭിക്കുക. അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെന്താ പറയേണ്ടത്, പിന്നെ ആരുടെയെങ്കിലുമൊക്കെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ ഒക്കെ എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളുണ്ടെങ്കിലോ അസുഖങ്ങളുണ്ടെങ്കിലോ പരിപൂർണമായിട്ടും അത് മാറിക്കിട്ടുക. അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെ വീട്ടിലുള്ളവർക്കൊക്കെ അമ്മയോട് കൂടുതൽ സ്നേഹം തോന്നുന്ന ഒരു വർഷമായിരിക്കും. അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അമ്മയോട് കൂടുതൽ സ്നേഹം തോന്നുന്ന വർഷം. പ്രത്യേകിച്ച് 2ാം നമ്പർ ഈ കാറ്റഗറി വരുന്ന ആൾക്കാർക്ക് അമ്മയോട് കൂടുതൽ സ്നേഹമായിരിക്കും. അമ്മയോട് ദേഷ്യപ്പെട്ടോ പിണങ്ങിയോ ഒക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അമ്മയോട് ഒരുമിച്ച് താമസിക്കുവാനും ഒക്കെ പറ്റുന്ന ഒരു വർഷമായിരിക്കും 2026. അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെ ഡൈവേഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന 2ാം നമ്പറുകാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതൊക്കെ വിട്ടുമാറിയിട്ട് ഭർത്താവുമായിട്ട് വീണ്ടും സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 എന്ന് പറയുന്നത് ജലമാണ്. അപ്പോൾ ഹോട്ടൽ ബിസിനസ് നടത്തുന്ന ആൾക്കാർ, ജലസംബന്ധമായിട്ടുള്ള ബിസിനസ് നടത്തുന്നവർ, പാലിൻ്റെ കച്ചവടം, അതുപോലെ തന്നെ ആണെങ്കിൽ റെസ്റ്റോറൻറ്റ്, പിന്നെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള ബിസിനസ്സുകളിലൊക്കെ ഏർപ്പെടുന്ന ആൾ, പെട്രോൾ പമ്പ്, ഇങ്ങനെയൊക്കെ തുടങ്ങി ബിസിനസ്സുകളിൽ ഏർപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിലൂടെ നല്ലൊരു വരുമാനം വരും, നല്ല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ തുടങ്ങി അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും സൂര്യൻ്റെ എനർജി 2ാം നമ്പരുകാരെ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കും. തീർച്ചയായിട്ടും ബിസിനസ് തുടങ്ങാനായിട്ട് അവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും, നല്ല പാർട്ട്നേഴ്സിനെ ലഭിക്കും. പാർട്ട്നേഴ്സിന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ടാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള നല്ല സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരെ ബിസിനസ് ചെയ്യാനായിട്ട് ഈ 2ാം നമ്പറിലുള്ള ആൾക്കാർക്ക് ലഭിക്കും. 2 പറയുമ്പോൾ ലക്കി നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ വരുന്ന നമ്പറുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ലക്കി നമ്പർ 2 വരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവർക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യാനുള്ള പാർട്ട്നേഴ്സിൻ്റെ മറ്റു കാര്യങ്ങളും ഒക്കെ അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഇതാണ് ഈ ഇംഗ്ലീഷ് മാസത്തിലെ 2ാം നമ്പറിലുള്ള ആൾക്കാർക്ക് വരുന്നത്. ഇനി ഇതിനെ പിന്നെ ഇതിപ്പം ഇംഗ്ലീഷ് മാസത്തിലെ ഡേറ്റ് മാത്രം അറിയാവുന്ന ആൾക്കാർക്കാണ് ഇത് ബാധകമായിട്ട് വരുന്നത്. അതല്ല, ഇനിയും ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നാളും ജനിച്ച സമയവും സമയവും പിന്നെ തീയതിയും ഒക്കെ കറക്റ്റായിട്ട് അറിയാമെങ്കിൽ അസ്ട്രോളജി പ്രകാരം ഇതിനെ കൺവേർട്ട് ചെയ്ത് പറയുമ്പോൾ 2 എന്ന് പറയുന്ന നമ്പറിന് കണക്ഷൻസ് ഉള്ള പിന്നെ നമ്പേഴ്സാണ് പിന്നെ 1, 3, അതുപോലെ തന്നെ 5, 1, 3, 5, 9, ഈ നമ്പറുകളൊക്കെ പൊതുവേ 2 എന്ന് പറയുന്ന നമ്പറിന് കണക്ഷൻസ് ഉള്ള നമ്പറുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണെങ്കിൽ പിന്നെ ഈ പിന്നെ ഈ 2ാം നമ്പർ ലക്കി നമ്പറായിട്ട് വരുന്നവർക്ക്, അതായത് ചന്ദ്രൻ്റെ എനർജി ആയതുകൊണ്ട് ജാതകപ്രകാരം നിങ്ങൾക്ക് ഇപ്പോൾ ഈ 2ാം നമ്പർ, അതായത് ഇംഗ്ലീഷ് മാസത്തിലെ ഈ ലക്കി നമ്പർ 2 വരുന്ന വ്യക്തികൾക്ക് ജാതകപ്രകാരം സൂര്യൻ്റെയോ വ്യാഴത്തിൻ്റെയോ അതുപോലെ തന്നെ പിന്നെ മാർസിൻ്റെ, ചൊവ്വയുടെയോ ശുക്രൻ്റെയോ ഒക്കെ പീരീഡാണ് മഹാദശയും അന്തർദശയുമാണ് നടക്കുന്നതെങ്കിൽ 100% ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവിടെ സംഭവിച്ചിരിക്കും. ജാതകപ്രകാരം ഞാൻ ഈ പറഞ്ഞ പോലെ ജാതകപ്രകാരം 2ാം നമ്പറിലുള്ള വ്യക്തികൾക്ക് ജാതകപ്രകാരം നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെയോ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെ തന്നെയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ശുക്രൻ്റെയോ ചൊവ്വയുടെയോ ഒക്കെ ആണ് ദശാകാലമാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. ഇതാണ് 2ാം നമ്പറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്തതായിട്ടുള്ളത് നമ്പർ 3 ആണ്. 3, 12, 21, 30 ഇംഗ്ലീഷ് മാസത്തിൽ ഈ തീയതികളിൽ ജനിച്ച എല്ലാവരുടെയും ലക്കി നമ്പർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പോൾ 3-ാം തീയതി ജനിച്ച വ്യക്തികൾ, ഇത് വ്യാഴത്തിൻ്റെ എനർജിയാണ്. സൂര്യൻ എന്ന് പറയുന്നത് വ്യാഴവുമായിട്ട് വളരെ കണക്ഷനുള്ളൊരു ഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ ആ എനർജി തീർച്ചയായിട്ടും വ്യാഴത്തിനെ എക്സ്പാൻഡ് ചെയ്യുകയും ആ വ്യാഴം ഓരോ വ്യക്തികൾക്കും എക്സ്പെഷ്യലി 3, 12, അതുപോലെ തന്നെ ആണെങ്കിൽ 21, 30 ഈ തീയതികളിൽ ജനിച്ച വ്യക്തികൾക്ക് കൂടുതലായിട്ടുള്ള ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുകയും ചെയ്യും. അപ്പം വ്യാഴമെന്ന് പറയുന്ന നോളജിൻ്റെ ഒരു ഗ്രഹമാണ്, നോളജിൻ്റെ. അപ്പം തീർച്ചയായിട്ടും പിന്നെ നല്ല നോളജുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും എല്ലാവരും ബഹുമാനിക്കും. ആ നോളജിന് ഇമ്പോർട്ടൻസ് കിട്ടുന്ന സമയം. അതുപോലെ തന്നെ ഈ കലാകായിക
പരമായിട്ടുള്ള കഴിവുകളൊക്കെ ഉള്ള വ്യക്തികൾക്ക് അവാർഡുകളൊക്കെ കിട്ടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ആണെങ്കിൽ ഇപ്പം ഇലക്ഷനൊക്കെ വരികയാണ്. ഇലക്ഷനിലൊക്കെ മത്സരിക്കുന്ന 3, 12, 21, 30 ഇംഗ്ലീഷ് മാസത്തിലെ ഈ തീയതികളിലൊക്കെ ജനിച്ചവർക്ക് തീർച്ചയായിട്ടും വിജയിക്കുവാനുള്ള അവസരം വളരെ കൂടുതലായിരിക്കും. അവർ വിജയിക്കുക തന്നെ ചെയ്യും. അവസരം വളരെ കൂടുതൽ, അവർ വിജയിക്കുക തന്നെ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈ വ്യാഴത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സാമ്പത്തിക ശേഷി. തീർച്ചയായിട്ടും വ്യാഴം എന്ന് പറയുന്നത് സർവേശ്വരനാണ് വ്യാഴം. എല്ലാ ഭാഗ്യങ്ങളും കൊടുക്കുന്നൊരു ഗ്രഹമാണ് വ്യാഴം. അതുകൊണ്ട് തന്നെ ഈ നമ്പറുകളിൽ ജനിച്ച വ്യക്തികൾക്ക് തീർച്ചയായിട്ടും സർവ്വതലത്തിലുള്ള ഐശ്വര്യങ്ങളും വന്നു ചേരും. അതായത് അവർക്ക് ജോലി ലഭിക്കാത്തവർക്ക് ജോലി കിട്ടുക, ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുക, കാരണം അവരുടെ കഴിവ് കൊണ്ട് തന്നെ പ്രൊമോഷൻ ലഭിക്കുക. അതുപോലെ തന്നെ പിന്നെ മറ്റുള്ളവർ ഇവർക്ക് ഇഷ്ടദാനം കൊടുക്കുക. അതായത് ഈ നമ്പറുകളിലൊക്കെ ഉള്ള വ്യക്തികൾക്ക് സൂര്യൻ്റെ എനർജി ആയതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നൊക്കെ ഫ്രീ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരിലേക്ക് വന്നു ചേരുക. അങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ 3, 12, 21, 30 തീയതികളിൽ ജനിച്ചവർക്ക് വളരെയേറെ സൗഭാഗ്യകരമായിട്ടുള്ള കാലഘട്ടമായിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ന്യൂമറോളജിയെ തന്നെ ന്യൂമറോളജിയിലേക്ക് മാറ്റുമ്പോൾ, അതായത് ഇതിനെ അസ്ട്രോളജിയുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ വ്യാഴവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുണ്ട്. അതായത് വ്യാഴവുമായിട്ട് കണക്ഷനുള്ള ഗ്രഹങ്ങൾ നമുക്ക് വ്യാഴത്തിൻ്റെ പേരിൽ വ്യാഴത്തിൻ്റെ മഹാദശയിലോ അന്തർദശയിലോ തന്നെ ഉള്ളവരോ, അല്ലെങ്കിൽ ചൊവ്വയുടെ മഹാദശയോ അന്തർദശയോ ഉള്ളവരോ, അതുമല്ലെങ്കിൽ സൂര്യൻ്റെ മഹാദശയോ അന്തർദശയോ ഉള്ളവരോ, അതുമല്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ടത്, ചൊവ്വ, ചന്ദ്രൻ്റെ മഹാദശയോ ചന്ദ്രനും വ്യാഴവും തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പം ചന്ദ്രൻ്റെ മഹാദശയോ അന്തർദശയോ ഉള്ളവർ ഈ ജാതകപ്രകാരം ഇങ്ങനെയുള്ളവർക്ക് ഈ 2026 എന്ന് പറയുന്നത് വളരെ ശോഭനകരമായിട്ടുള്ളൊരു വർഷമായിരിക്കും. 2026 അവർക്ക് സമസ്ത മേഖലയിലും വിജയം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതെങ്കിൽ ഈ 3-ാം നമ്പർ, ലക്കി നമ്പർ 3ആയിട്ട് വരുന്ന വ്യക്തികളൊക്കെ ഒരുപാട് റെസ്പെക്റ്റൊക്കെ കിട്ടുന്നൊരു വർഷമായിരിക്കും 2026. അതുപോലെ തന്നെ ആണെങ്കിൽ പൈസ കൂടുതലായിട്ടാണെങ്കിൽ ഇൻഫ്ലോ ഓഫ് മണി കൂടുതലായിട്ടുണ്ടാകുക. അതുപോലെ വെൽത്ത് ക്രിയേഷൻ നടക്കുക. അതുപോലെ ആണെങ്കിൽ പിന്നെ ഈ വ്യാഴത്തിനെ കുറിച്ച് പറയുമ്പോൾ വ്യാഴം ഈ ഒരു ആഢ്യ സ്വഭാവമുള്ള ഒരാളാണ്. അതായത് എല്ലാ അറിവുകളും ഉള്ള വളരെ ആഢ്യഭാവമുള്ള ഒരു ഗ്രഹമായതുകൊണ്ട് തന്നെ ഈ നമ്പറുകളിലൊക്കെ ജനിച്ച ആൾക്കാർക്കും, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മഹാദശയോ അന്തർദശയോ ഇതിലൂടെ കടന്നു പോകുന്ന 3-ാം നമ്പറിൽപ്പെട്ട ആൾക്കാർക്കും തീർച്ചയായിട്ടും അവരെ സ്ത്രീകൾ റെസ്പെക്റ്റ് ചെയ്യും. സ്ത്രീകൾ വളരെയായിട്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു വർഷമായിരിക്കും ഇത്. അതായത് ഒരു വീട്ടിൽ 3-ാം നമ്പറിലോ 12-ാം നമ്പറിലോ 21-ാം നമ്പറിലോ 30-ാം നമ്പറിലോ ഉള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പുരുഷനാണെങ്കിൽ ആ വീട്ടിലുള്ള സ്ത്രീകൾ, ഒരു കമ്പനിയാണെങ്കിൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന മറ്റ് സ്ത്രീകളായിട്ടുള്ള സ്റ്റാഫുകൾ, അതുപോലെ തന്നെ ഒരു രാജ്യമാണെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്ന ആൾക്കാർ ആരാണോ അവരെയൊക്കെ ജനങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നൊരു സമയമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതിനതീതമായിട്ട് നമ്മൾ ഒരു ജനറലായിട്ട് പറയുകയാണെങ്കിൽ 2026 എന്നുള്ളത് സൂര്യൻ്റെ എനർജി ആയതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് ഡൊമിനേഷൻ കൂടുതലായിരിക്കും. പുരുഷ മേധാവ്, ഒരു മെയിൽ ഡൊമിനേഷൻ തന്നെ ആയിരിക്കും ലോകത്തിലെമ്പാടും സംഭവിക്കുന്നത്. പുരുഷന്മാർക്ക് ആധിപത്യം കൂടുകയും പുരുഷന്മാർ പറയുന്ന കാര്യങ്ങൾ അത് സ്ത്രീകൾ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അതായത് നേരത്തെയുള്ള കാലങ്ങളിൽ സ്ത്രീകൾ പുരുഷന്മാർ പറയുന്നതിനെ എതിർത്തുകൊണ്ട് അവർക്ക് എതിരെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തെങ്കിൽ 2026 എന്ന് പറയുന്ന വർഷം ഈ പുരുഷന്മാർ എന്ത് കാര്യം പറയുമ്പോൾ അവർ പറയുന്നതിന് യാഥാർത്ഥ്യമുണ്ടല്ലോ, സത്യസന്ധമായിട്ടുള്ള കാര്യമാണല്ലോ എന്ന ഒരു തിരിച്ചറിവ് സ്ത്രീകളിൽ വരികയും സ്ത്രീകൾ തന്നെ പുരുഷന്മാർക്ക് സപ്പോർട്ടായിട്ട് വരികയും ചെയ്യും. അതുപോലെ പുരുഷന്മാരുടെ സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ സമാധാനത്തിന് വേണ്ടി പലപ്പോഴും സ്ത്രീകൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്ന ഒരു വർഷവുമായിരിക്കും 2026. ഫിലിം മേഖലയൊക്കെ കുറിച്ച് പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും പണ്ട് ഒരു 10-12 വർഷത്തിന് മുമ്പുള്ളതുപോലെ മെയിൽ ആക്ടേഴ്സും മെയിൽ ആൻഡ് ഫീമെയിൽ ആക്ടേഴ്സ് എല്ലാവരും തന്നെ
നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തു പോകുന്ന ഒരു വർഷമായിരിക്കും 2026 എന്ന് പറയുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്നാം നമ്പരുകാരെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, ഞാൻ ജനറലായിട്ട് പറഞ്ഞു പോയെങ്കിലും മൂന്നാം നമ്പരുകാരെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ജൂപ്പിറ്ററിൻ്റെ എനർജി ആയതുകൊണ്ടും സൂര്യനുമായിട്ട് നല്ല കണക്ഷൻസ് ഉള്ള ഒരു ഗ്രഹമായതുകൊണ്ടും തീർച്ചയായിട്ടും മൂന്നാം നമ്പരുകാർക്ക് ഈ ഒന്നാം നമ്പരുകാരുടെ പറഞ്ഞ പോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഒരു പുരോഗതിയും സർവ്വ ഐശ്വര്യങ്ങളുമായിരിക്കും വന്നു ചേരുന്നത്. അതാണ് 2, 3 ലക്കി നമ്പറായിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പിന്നെ 2-ാം നമ്പറിലും 3-ാം നമ്പറിലും ജനിച്ച ആൾക്കാർക്ക് പൊതുവെ 2026 ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നല്ല അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉള്ള ഒരു വർഷമായിരിക്കും 2026. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.